നമസ്തേ. 2 വർഷം മുമ്പ് വീടിന് മുകളിൽ തെങ്ങ് വീണിട്ട് വീട് തകർന്നു പോയ വേലായുധൻ ചേട്ടനാണ് കേട്ടോ ഇപ്പോഴത്തെ താരം. അദ്ദേഹം ആ വീടിന്റെ പണികൾ തീർക്കുന്നതിനായി സഹായം ചോദിച്ചു വന്നതു നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MP സുരേഷ് ഗോപി സാറിന്റെ അടുത്താണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് സംവദിക്കാനായിട്ട് കലങ്ക സൗഹാർദ്ദത്തിൽ എത്തിച്ചേർന്ന സുരേഷ് ഗോപിക്കാണ് വേലായുധൻ ചേട്ടൻ ആ കത്ത് നൽകുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിലൊരു കത്ത് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങി വെച്ചിട്ട് അവരുടെ തോളത്ത് തട്ടിക്കൊണ്ട് പറയും, എല്ലാം ഞാൻ ശരിയാക്കി തരാടോ. എന്നിട്ട് അവരെ പരമാവധി വട്ടം ചുറ്റിക്കും, കുറെ മോഹന വാഗ്ദാനങ്ങളും കൊടുക്കും. ഇതല്ലേ നമ്മൾ കാണാറുള്ളത്. സാധാരണ കണ്ടുകൊണ്ടിരുന്ന പ്രതിഭാസത്തിൽ നിന്ന് മറ്റൊന്നാണ് അവിടെ സംഭവിച്ചത്. വേലായുധൻ ചേട്ടന്റെ അടുത്തുനിന്ന് കത്ത് വാങ്ങാതെ സുരേഷ് ഗോപി സർ പറഞ്ഞു, ഇത് MP അല്ല ചെയ്യേണ്ടത്, പഞ്ചായത്താണ് എന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഭവന നിർമ്മാണം ഒരു സംസ്ഥാനത്തിന്റെ വിഷയമാണ്. അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രമായിട്ട് അനുവദിക്കാനോ തീരുമാനിക്കാനോ സാധ്യമല്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം. അദ്ദേഹം വ്യക്തിപരമായി ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വലിയ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സംശയമില്ലാത്തത് കൊണ്ടാണല്ലോ വേലായുധൻ ചേട്ടൻ അടക്കം കത്തുമായിട്ട് സുരേഷ് ഗോപി സാറിന്റെ അടുത്തേക്ക് വരുന്നത്. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലുപ്പമാണ് എന്ന് കരുതി കേരളത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാനും അവരെല്ലാം സഹായിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമോ? പിന്നെ മാധ്യമങ്ങൾ, അദ്ദേഹം പോകുന്നതിന്റെ പിന്നാലെ ഇങ്ങനെ കഴുകൻ കണ്ണുകളുമായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഒരു ജനകീയ നേതാവിനെ വാഴ്ത്തിപ്പാടാനോ അല്ലെങ്കിൽ BJPയെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല എന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല. ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എന്റെ ശൈലിയല്ല. ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളിക്കല്ല, യഥാർത്ഥ പ്രശ്ന പരിഹാരങ്ങൾക്കാണ് സ്ഥാനമെന്നും കഴിഞ്ഞ 2 കൊല്ലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ടാണെങ്കിലും ഞാൻ കാരണം അവർക്ക് വീട് ലഭ്യമായല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോ ആ കത്ത് വാങ്ങി വെക്കാത്തതിനേക്കാളും എഫക്ട് തിരിച്ചു കൊടുത്തപ്പോഴാണ് എങ്കിൽ ആരാണ് മാസ എന്ന് മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 വർഷം മുമ്പ് വേലായുധൻ ചേട്ടന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണിട്ട് ധനസഹായമായിട്ട് MP മുമ്പിലേക്ക് കത്തുമായിട്ട് വരണമെങ്കിൽ ആ പഞ്ചായത്തില് വാർഡ് മെമ്പർ തൊട്ട് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ, MLA, മന്ത്രിമാർ വരെയുള്ളവര് കല്ലിന് കാറ്റടിച്ചതുപോലെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ കഴിവുകേടോ ആണ് ഈ പറയുന്ന വേലായുധൻ ചേട്ടൻ ഒരു MP മുമ്പിലേക്ക് വീടിനായി ധനസഹായവുമായിട്ട് എത്തേണ്ടി വരുന്നത്. ഇവിടെ തൃശ്ശൂർക്കാര് തെരഞ്ഞെടുത്ത P ബാലചന്ദ്രൻ എന്ന ഒരു MLA ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ആൾ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റൊക്കെ ഇടും. ഇവിടെ രാമൻ ഉണ്ടായിരുന്നു, പാവമായിരുന്നു, കാലിൽ ആണിയുള്ളത് കൊണ്ട് എടുത്തുചാട്ടം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്ന പകുതി സമയം വേണ്ട ഈ പറഞ്ഞ ആളുകൾക്ക് വേലായുധൻ ചേട്ടന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട്. കഷ്ടം. പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി ജീവിച്ചു മരിക്കുന്നു. എങ്കിൽ അതിന് ഉത്തരവാദികളെ ഈ സംസ്ഥാനം ഭരിച്ചു മുടിപ്പിച്ച ഇരുമുന്നണികൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇനി എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, കരുവന്നൂര് ബാങ്കിൽ പണം നിക്ഷേപിച്ചവരെ സുരേഷ് ഗോപിയെ സമീപിക്കേണ്ടതാണ് കേട്ടോ. അദ്ദേഹം അത് നിഷേധിക്കുന്നു, CPM പണം തിരിച്ചു നൽകുന്നു. വാവ്, എന്റെ കേരളം എത്ര സുന്ദരം.